ഹേ ഗായ്സ്, ഇന്ന് കണവത്തിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, തേങ്ങ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുരുമുളക്, ഉപ്പ്, മുളക് പൊടി 1 സ്പൂണാണ് ഞാൻ ഇടുന്നത്, മല്ലിപ്പൊടി 1/2 സ്പൂണും, മഞ്ഞൾപ്പൊടി. അപ്പം ഇത് അത്യാവശ്യം നല്ലവണ്ണം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു കണവ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം. ചട്ടി നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം, കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഏതാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സമയത്ത് മിക്സിയുടെ ജാറിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് എടുത്തിട്ട് അടിച്ചു വയ്ക്കാം. ചീനച്ചട്ടി വെച്ചെടുക്കാം. ചീനച്ചട്ടിയിലോട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്തിനെന്ന് വെച്ചാൽ നമുക്ക് കണവ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. സവാള അത്യാവശ്യം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് 2 തക്കാളിയാണ് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്, അത് തട്ടിക്കൊടുക്കാം. ഒന്ന് അരിച്ചെടുക്കണം. കണവ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്തിട്ട് കണവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. കുറച്ച് നേരമായപ്പോൾ നമുക്കിപ്പോൾ നോക്കണം. ഞാൻ പൊടിച്ചാണ് വെച്ചേക്കണത്. ഇനി അടുത്ത് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം.